ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്ന് നിങ്ങളെക്കുറിച്ചൊന്ന് റീഡ് ചെയ്യാൻ ശ്രമിച്ചാലോ? നിങ്ങളുടെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിക്കാം. അതായത് നിങ്ങൾ എന്താണ് മറ്റുള്ളവർ മുൻപിൽ കാണിക്കുന്നത് എന്നല്ല, നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, നിങ്ങൾ മാത്രം മേ ബി അറിയുന്ന നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യം എന്താണ്, നിങ്ങളുടെ ഒരു കറണ്ട് റിയാലിറ്റി എന്താണ്. ഓക്കെ, അതും നിങ്ങൾ മേ ബി പുറമേ കാണിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഒരു സ്ട്രഗിൾ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ കറണ്ട് സിറ്റുവേഷൻ, ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സക്സസ്സിലേക്ക് പോകാൻ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു പവർഫുൾ മെസ്സേജ്, നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങളുടെ മനസ്സിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം എന്താണ് ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത് എന്ന്. ആദ്യമായിട്ടാണ് ഇത് റീഡിംഗ് കാണുന്നതെങ്കിൽ ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ച് നോക്കാം വാട്ട്സ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ മനസ്സിലൂടെ ഒരു യാത്ര, നിങ്ങളുടെ മനസ്സിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി എന്താണ്, നിങ്ങളുടെ ശരിയായിട്ടുള്ള ക്യാരക്ടർ, നിങ്ങളുടെ ഹിഡൻ ഇമോഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ആളുകൾ നിങ്ങളിൽ നിന്നും എടുക്കുന്ന എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി എന്താണ്. സോ കാർഡ് നമ്പർ 1, നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ ഒരു സ്ട്രഗിൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന ഒരു കാര്യം ഇപ്പോൾ എന്താണ്. മേ ബി ഒരു പെയിൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു പ്രഷർ ആയിരിക്കാം, എന്തെങ്കിലും ഒരു പേടിയായിരിക്കാം, ഓർ എനി സിറ്റുവേഷൻ. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് വഹിക്കുന്ന ഒരു എനർജി ആയിരിക്കാം ഇത്. നിങ്ങളുടെ കറണ്ട് സ്ട്രഗിൾ എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 2. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഏത് ചാപ്റ്ററിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കറണ്ട് എനർജിയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്, ഈ ഒരു ഫേസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണെന്നൊക്കെ നമുക്കൊന്നിവിടെ നോക്കാം. സോ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്. ആക്ച്വലി നിങ്ങൾക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം കാർഡ്സൊക്കെ കയ്യിൽ നിന്ന് തെന്നി പോകുന്നൊക്കെ ഉണ്ട്. ആൻഡ് നിങ്ങളുടെ മെയിൻ ബ്ലോക്കേജ് എന്താണ്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന മെയിൻ റീസൺ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മെയിൻ ബ്ലോക്കേജ് എന്താണ്, നിങ്ങളുടെ മെയിൻ ബ്ലോക്കേജ് എന്താണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു പവർഫുൾ ചേഞ്ച്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു ജംപ്ഡ് ഔട്ട് കാർഡാണ്. സോ നമുക്ക് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് എല്ലാം ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റി, ദ ടവർ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ചാപ്റ്ററിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജ്. 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 1 is 2 of wands, card number 2 3 of wands, and card number 3 the high priestess. Okay, and നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് 7 of swords ആണ്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നിന്നൊക്കെ എന്തോ ഒരു ചീറ്റിംഗ് എനർജി നേരിട്ടിട്ടിരിക്കുകയാണ്. നിങ്ങളെ ആരോ ഒന്ന് ചതിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആളുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചില ആളുകളുടെ ഇടയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും സംഭവം, അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. സോ നമ്മളിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ശരിക്കുള്ള നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണെങ്കിലും നിങ്ങളത് ആളുകളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ശരിക്കും എന്താ ഫീൽ ചെയ്യുന്നതെന്നുള്ളത് ആളുകൾ അറിയുന്നതിനോട് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ. എങ്ങനെയെങ്കിലും ഒക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളത് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. കൂടുതൽ ആളുകളും മനുഷ്യരെ വിശ്വസിക്കാൻ തയ്യാറല്ലാത്തൊരു എനർജിയിലാണ്. കാരണം അവരുടെ പാസ്റ്റിലുള്ള ചതി അല്ലെങ്കിൽ മാനിപ്പുലേഷൻ, നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നിങ്ങളെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള ആളുകളുടെ
കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങളെക്കുറിച്ച് പറയുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് വന്ന് നല്ലതായിട്ട് നിന്ന് സീക്രട്സ് ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ വളരെ നിങ്ങളുടെ സീക്രട്ട് കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ച ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. ഫേക്ക് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഫാമിലി തന്നെയുള്ള പൊളിറ്റിക്സ്, നിങ്ങൾക്കറിയാമല്ലോ, ഒരു വക്കീൽ പോലെ തന്നെ ഫാമിലി പൊളിറ്റിക്സും ആളുകൾ ഫേസ് ചെയ്യാറുണ്ട്. സോ കുറേ ആളുകൾ ഗ്രൂപ്പായി നിന്ന് നിങ്ങളെ ചതിക്കുക, ബിട്രയലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമാണ് ഇതൊക്കെ. ഇമോഷണലി നിങ്ങൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള കുറേ സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ വലുതായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ അതുപോലെ തന്നെ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നൊരു സമയമായിരിക്കും ഇപ്പോൾ. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് സോൾവ് ചെയ്യണം എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ പുറമേ ചിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഇൻറ്റേർണലി നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ നെക്സ്റ്റ് അടുത്തായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ പരമാവധി നിങ്ങളെ ഇമോഷണലി മാനസികമായിട്ട് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ടോക്സിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നും സിറ്റുവേഷൻസിൽ നിന്നും ഒക്കെ മാറിപ്പോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. സോ ഇതൊരു ഇൻ്റലിജൻറ്റ് മൂവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷേ ഇമോഷണലി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഒന്നും അബദ്ധം പറ്റാതെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. സോ നിങ്ങളുടെ ട്രൂ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഇൻറ്റൻസ് ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേജിലുള്ള ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ വലിയൊരു മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങളൊരു ഓർഡിനറി വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, സാധാരണ ഒരു എനർജിയിലുള്ള ഒരാളാണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ഓക്കെ, പല വേദനകളും സഹിക്കാൻ വേണ്ടി പല അവസാനങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളും പെട്ടെന്ന് അവസാനിക്കുക, തകിടം മറിയുക, അങ്ങനെ പല സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഹ്യൂജ് ഫൈനാൻഷ്യൽ ലോസ്, പെട്ടെന്ന് സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ടുള്ള പടുകുഴിയിലേക്ക് പോവുക, റിലേഷൻഷിപ്പുകൾ അങ്ങനെ തന്നെ തകരുക. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളിലും ഒരു അവസാനം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പല ഷോക്കിംഗ് ട്രൂത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പല ആളുകളെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ ഞെട്ടിയിരിക്കുകയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചതി ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇമോഷണലി നിങ്ങൾ വളരെയധികം തകർന്നു പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൊണ്ട് ഇമോഷണലി ചില ആളുകളിൽ നിന്നുള്ള പെരുമാറ്റം, വാക്കുകൾ, എക്സാം റിസൾട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കിയിട്ടുള്ള സമയമായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലാതെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. സോ നിങ്ങളുടെ ഈ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ഇവോൾവ്മെൻറ്റിൻ്റെ കാരണമെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പുറമേ നോക്കുമ്പോൾ വളരെ കാം ആൻഡ് നോർമലായിട്ട് തോന്നും ആളുകൾക്ക്, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തല്ലോ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് റീബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം പറ്റിയത് മേ ബി പുറത്തുള്ള ഒരാൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പതിയെ റീബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. സ്ട്രോങ് സർവൈവേഴ്സ് എന്ന് തന്നെ പറയണം. വീണ്ടും നിങ്ങൾ ഒന്നിൽ നിന്ന് പടുത്തുയർത്തുന്നുണ്ട്. നിങ്ങളുടെ മെൻറ്റാലിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ ആയിക്കോട്ടെ ഒക്കെ ഒന്ന് റീബിൽഡ് ചെയ്യുന്ന ഒരു ടൈമായിരിക്കും നിങ്ങൾ. ഓക്കെ, സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, പക്ഷേ ലൈഫ് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക്. ഈ ഒരു തകിടം മറിച്ചിലൂടെ നിങ്ങൾക്ക് സ്പിരിച്വൽ അവേക്കനിങ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾ പഴയ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഒന്നും കാണിക്കാൻ തയ്യാറില്ല. എന്താണോ നിങ്ങൾ അത് മാത്രമായിരിക്കും നിങ്ങൾ കാണിക്കുക. ഓക്കെ, നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ടൊരു സോൾ എനർജി ആയിരിക്കും, പക്ഷേ പലപ്പോഴും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. സോ നിങ്ങൾ ഓരോ നിമിഷവും കൂടുതൽ സ്ട്രോങ്ങറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഒരു സ്ട്രഗിൾ, ഇപ്പോൾ ഉള്ളൊരു സ്ട്രഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി വളരെയധികം ബുദ്ധിമുട്ടുന്നൊരു സമയമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ സപ്രസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ടായിരിക്കും, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. സോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് സപ്രസ് ചെയ്യേണ്ടി വരുന്നു. ഈവൻ കരയണമെങ്കിൽ പോലും നിങ്ങൾക്ക് കരയാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ്. ഡിപ്രഷനോടെ ഇരിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഒറ്റയ്ക്ക് മാറിയിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ പറ്റാത്ത ഉത്തരവാദിത്തം ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ മെച്ചുവറായിട്ട് ആക്ട് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കരയുകയാണെങ്കിലും നിങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഓരോ പീസസ് ആയിട്ട് ചേർത്ത് വെച്ച് നിങ്ങൾ വീണ്ടും സ്ട്രോങ് ആയിട്ടിരിക്കാൻ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്.
ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ വിഷമങ്ങളെയൊക്കെ മറച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങൾ മാനസികമായിട്ട് ആരെയൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങളെ, നിങ്ങളുടെ കണ്ണീരിനെയൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ആളുകളുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളുണ്ട്. അതായത് മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുമ്പോഴും ഒരു മനുഷ്യന് മനസ്സിലാവുന്നില്ല ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഒരു മനുഷ്യനും നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ഇപ്പോൾ കാണിക്കുന്ന ഇമോഷണൽ മെച്യൂരിറ്റിക്ക് പുറകിലായിട്ട് കുറേ ഇമോഷണൽ എക്സ്ഹോഷൻ ഉണ്ടെന്ന് വേണമെന്ന് പറയാം. അതായത് നിങ്ങൾ മാനസികമായിട്ട് കുറേ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ഫേസിൽ കൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് ചാപ്റ്ററാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 of Pentacles ആണ്. അതായത് ശരിക്കും ഇതൊരു ട്രാൻസിഷൻ ഫേസ് കാണിക്കുന്ന ഒരു കാർഡാണ്. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രഷറൊക്കെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജോലിയും തമ്മിൽ, അതായത് വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ പറയുമല്ലോ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ തമ്മിൽ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണൽ ഹീലിങ്ങിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അതേ സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം കൂടി നിങ്ങൾ നോക്കേണ്ടതുണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നൊരു സമയമായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരേ സമയത്ത് പല കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ, മൾട്ടിപ്പിൾ റെസ്പോൺസിബിലിറ്റീസ് വരുന്ന ഒരു കാർഡ് കൂടിയാണ്. അതുപോലെ നിങ്ങളുടെ ഒരു റുട്ടീൻസ് ഒന്നും സ്റ്റേബിൾ അല്ല. അതായത് ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നു, 2 ദിവസം ചെയ്യുന്നു, 3ാമത്തെ ദിവസമാകുമ്പോൾ എൻറ്റയർലി വേറെ റുട്ടീനിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇവിടെ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചാലും നിങ്ങൾ വീണ്ടും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ചില സമയത്ത് ഇമോഷണലി വളരെയധികം ബുദ്ധിമുട്ടാവുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗിവിങ് അപ്പ് എനർജി ഇവിടെ കാണുന്നില്ല. ഓക്കെ, ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പഠിക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചും, അതായത് എങ്ങനെ സർവൈവ് ചെയ്യണം, ഒരു സാഹചര്യത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യണം, ഇമോഷണലി സ്ട്രോങ് ആയിട്ട് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ മെയിൻ ബ്ലോക്കേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിന് മെയിൻ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം, അതായത് ഒരു ലോങ് ടേം സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നൊരു കാർഡ് തന്നെയാണിപ്പോൾ, ഒരു ഫാമിലിയെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ തോറ്റു പോകുന്നുള്ളൊരു പേടി എവിടെയൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഓക്കെ, ഫാമിലിയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. ഓക്കെ, എങ്ങനെയും സക്സസ് ആയേ പറ്റൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് ഒരുപാട് പ്രഷർ തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ട്രോമാസ് ഇപ്പോഴും ഉണ്ട്. ഈ ടവർ കാർഡ് തന്നെ നിങ്ങളുടെ ഒരു ട്രൂ ക്യാരക്ടറിൽ വന്നതുകൊണ്ട് തന്നെ സോ നിങ്ങൾക്ക് മണിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമാസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഇപ്പോൾ ബാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് ആയിട്ട് ഇപ്പോൾ നിൽപ്പുണ്ട്. നിങ്ങളുടെ ടോക്സിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് സക്സസ് ആയേ പറ്റൂ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യം വേണം എന്നുള്ളത്, സമാധാനമുള്ള ജീവിതം. ഓക്കെ, പക്ഷേ അതൊക്കെ തന്നെയാണ് നിങ്ങളുടെ ബ്ലോക്കേജിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കൊരു സപ്പോർട്ടില്ല, ഒരു സ്ട്രോങ് പില്ലറില്ല നിങ്ങൾക്ക് പുറകിൽ. സോ നിങ്ങൾ തന്നെ പലരുടെയും ഒരു പില്ലറായിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയും വിജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും പേടി തോന്നുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വലിയ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രഷൻ എനർജിയാണ് കാണിക്കുന്നത്. അതായത് 2 of Wands വന്നിട്ടുണ്ട്, 3 of Wands ഉണ്ട്, അതുപോലെ ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു 3 കാർഡുകളും നിങ്ങളോട് പറയുന്നത് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നെന്നുള്ളതാണ്. ഓക്കെ, ഒരു ന്യൂ വേർഷൻ നിങ്ങളുടെ വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാനിങ്ങിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ആ പ്ലാനിങ് ആക്ഷൻ ആവാൻ വലിയ താമസമില്ല എന്നുള്ളതാണ് അടുത്ത കാർഡ് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ വേറെ ഒരു രീതിയിൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പുതിയ പ്ലാൻസ് കാണും, ട്രാവൽ ചെയ്യാൻ ആഗ്രഹം കാണും, യാത്രകൾ ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ട്രാവലിംഗ് കാണും. ചിലപ്പോൾ നിങ്ങളുടെ കരിയർ തന്നെ എൻറ്റയർലി മാറാൻ വേണ്ടിയിട്ടൊരു സാധ്യതയുണ്ട്. ഓൺലൈനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങളൊരു ബോൾഡ് ഡിസിഷൻ എടുക്കുന്നൊരു സമയം വരാനുള്ളൊരു ചാൻസ് ഈ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളുടെ റിസൾട്ട് കിട്ടാനുള്ളൊരു ചാൻസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലുള്ള ഡിലേ, താമസം ഉള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോവാണ്. ഓൾറൈറ്റ്, ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു എക്സ്പാൻഷൻ എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട്. പുതിയ കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മാനിഫെസ്റ്റേഷൻ്റെ പ്രോഗ്രസ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനാണ്. സോ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ലാസ്റ്റ് കാർഡ് ഇസ് എ മേജർ ആർക്കാന കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു ഫൈനൽ മെസ്സേജ് എന്ന് പറയുമ്പോൾ അത് വളരെ പവർഫുൾ ആയിട്ടൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങളെ മുന്നോട്ട് പോകാൻ നിങ്ങളെ നയിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിൽ പലരും സ്പിരിച്വലി ഒന്ന് അവേക്കനായിട്ടുള്ള സിറ്റുവേഷനാണ്. സ്പിരിച്വലി ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടി ആത്മീയമായിട്ടൊക്കെ നിങ്ങൾ വളരുന്നൊരു സമയമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് സ്വപ്നങ്ങളിലൂടെയും എന്തെങ്കിലും സൂചനകളൊക്കെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് തോന്നാൻ ചാൻസ് ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നും. ഗട്ട് ഫീലിംഗ് എന്ന് പറയും. സോ അത് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു ശക്തി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്കറിയായിരിക്കും വാട്ട്സ് നെക്സ്റ്റ്, നിങ്ങളുടെ അടുത്ത കാര്യം എന്താണ്, ലൈഫിൽ വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ നിങ്ങൾ വിശ്വസിക്കുക. റെഡ് ഫ്ലാഗ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ചില പ്ലാനുകൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ പ്ലാനുകളെക്കുറിച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഇന്നർ വിസ്ഡം എന്ന് പറയും, ജ്ഞാനം, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ചായി വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതിന് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പ്ലാനുകളും പ്രോഗ്രസ്സും ഒക്കെ ഒന്ന് റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നൊരു സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ എത്ര സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റിലാണ്. നിങ്ങൾ ഇപ്പോഴുള്ള താമസവും നിങ്ങളുടെ കൺഫ്യൂഷനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാറി നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരുന്ന സമയം കൂടിയാണ്. കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.